ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമുക്ക് ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യസ് എക്സ്പോർട്സ് ജോഗ്രഫി ക്രൈസിസ്. അതായത് ഇന്ത്യയുടെ എക്സ്പോർട്സ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ, നമ്മളുടെ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തു കഴിയുമ്പോൾ മേജർലി ചില സിറ്റീസ് അല്ലെങ്കിൽ ചില സ്റ്റേറ്റുകൾ മാത്രം പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്നു. നോർത്ത് ഈസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് പാടെ അവോയ്ഡ് ചെയ്ത അവഗണിക്കപ്പെട്ട ഒരു രീതിയിലാണ് ഇന്ത്യയുടെ എക്സ്പോർട്ട് ജോഗ്രഫിയിൽ ഇരിക്കുന്നത്. ഓക്കെ, സോ ആ അവസരത്തിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് 8 states വിത്ത് ഇന്റർനാഷണൽ ബോർഡേഴ്സ് 0.13% ഓഫ് എക്സ്പോർട്ട്. അതായത് നോർത്ത് ഈസ്റ്റിൽ ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന 8 സംസ്ഥാനങ്ങളുണ്ട്. ഓക്കെ, ആ 8 സംസ്ഥാനങ്ങളും പക്ഷേ 1% താഴെ, ഏകദേശം 0.13% മാത്രമേ, അതായത് നെഗ്ലിജിബിൾ, വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഷെയർ മാത്രമേ, 1% പോലും നമ്മളുടെ എക്സ്പോർട്ടിന്റെ 1% പോലും അവര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, സോ ആ ഒരു ഡിസ്പാരിറ്റിയെ ഇവിടെ എടുത്തു കാണിച്ചിരിക്കുകയാണ് നമ്മളുടെ ഈ ഓഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് എന്താണ് അതിന് കാരണം, എങ്ങനെയാണ് അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് വരുന്നത്, എന്തൊക്കെ സൊല്യൂഷൻസ് നമ്മൾ ചെയ്യണം, ഈ കാര്യങ്ങൾ നമ്മൾ ഒന്ന് നോക്കാനായിട്ട് പോവുകയാണ്. ഗംഭീരമായിട്ടുള്ള ആർട്ടിക്കിളാണ് ഫസ്റ്റ് ഓപ്പൺ എഡിറ്റോറിയലിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ എക്സ്പോർട്ട് ഹിസ്റ്ററി നമ്മൾ എടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു എക്സ്പോർട്ട് സ്ട്രക്ചർ നമ്മൾ എടുത്തു കഴിയുമ്പോൾ 70% എക്സ്പോർട്ടുകൾ വരുന്നത് മേജർലി ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക ഈ റീജിയനുകളിൽ നിന്നാണ് മേജർ ആയിട്ടുള്ള എക്സ്പോർട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അതിന് അവർക്ക് പറയാനായിട്ട് ഒരു കാരണങ്ങളുണ്ട്. എന്താണ്? അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ഗുജറാത്ത് നോക്കുകയാണെങ്കിൽ അതൊരു എക്സ്പോർട്ട് ഇമ്പോർട്ടിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ ഒരു ഹബ് എന്ന രീതിയിൽ വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സോ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ അവിടെയുണ്ട്. പോർട്ടുകളായിക്കോട്ടെ, മാനുഫാക്ചറിംഗ് സെന്റേഴ്സ് തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ലൈസൻസ് ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട്? നമ്മുടെ ഗുജറാത്ത്, മഹാരാഷ്ട്ര മേഖലകളിൽ ഉണ്ട്. ലാൻഡ് അവൈലബിലിറ്റി കൂടുതലായിട്ടുണ്ട്. തമിഴ്നാട് എങ്ങനെയാണ് ഈ ട്രേഡിന്റെ കാര്യത്തിലും മാനുഫാക്ചറിന്റെ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത്? അവിടെ ലാൻഡ് അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എന്ത്, ഈ 4 മേഖലകളിലേക്ക്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക മേഖലകളിലേക്ക് ഇന്ത്യയുടെ 70% ഓഫ് ദ മാനുഫാക്ചറിംഗ് എക്സ്പോർട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 70% കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ കാര്യം നമ്മളുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ട് ആണ്. നിങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലം ഒന്ന് എടുത്ത് നോക്കി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടങ്ങളിലും ഏറ്റവും മേജർ പോർട്ട് ടൗണുകളും ഏറ്റവും മേജർ എക്സ്പോർട്ടുകളും നടന്നിട്ടുള്ള സ്ഥലങ്ങൾ എവിടെയാണ്? ഇതേ സെയിം സ്ഥലങ്ങൾ തന്നെയാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ബോംബെ ആയിരുന്നു മേജർ ആയിട്ടുള്ള ഒരു എക്സ്പോർട്ട് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗിന്റെ ഒരു സെന്റർ. നമ്മൾ ബോംബെ പ്ലാൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് മോഡേൺ ഇന്ത്യയിൽ. ഏത് വർഷമാണ്? 1944 ബോംബെ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ബോംബെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഈ ജംഷഡ്ജി ടാറ്റ ഗ്രൂപ്പ് ആയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള വ്യവസായികൾ ചേർന്ന് നിർമ്മിച്ച ഇന്ത്യയുടെ ഒരു എക്കോണമിക് പ്ലാനിനെയാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കേന്ദ്രീകരിക്കുന്നത് പ്രധാനമായിട്ടും ഇതുപോലെയുള്ള പോർട്ട് ടൗണുകളിലാണ്, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് സെന്റേഴ്സിലാണ്. സോ ആ ഒരു ഹിസ്റ്ററി ആണ് നമ്മളും തുടർന്നു കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് നമ്മൾ നോർത്ത് ഈസ്റ്റിനെ ഒന്ന് പുരോഗമിപ്പിച്ച് കളയണം എന്നൊന്നൊരു ലക്ഷ്യമൊന്നും ആർക്കില്ല. ഇന്ത്യക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഓതർ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പീരീഡിൽ നിലനിന്നിരുന്ന ജോഗ്രഫിക്കൽ ഇനീക്വാലിറ്റി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. ഓക്കെ, സോ ഈ 8 സംസ്ഥാനങ്ങൾ നോക്കി. സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറം, ത്രിപുര, ആസാം, മേഘാലയ. ഈ മേഖലകളിലെല്ലാം ഇന്റർനാഷണൽ ബൗണ്ടറീസിലേക്ക് കണക്ഷൻ ഉണ്ട്. ഓരോ സംസ്ഥാനത്തിനും നമുക്കൊരു ടാർഗറ്റ് കൊടുത്താൽ തന്നെ, അതായത് നിങ്ങളൊരു 1% ഇന്റർനാഷണൽ ട്രേഡുകൾ നടത്തണം, അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡിന്റെ, ഇന്ത്യയുടെ ഗ്ലോബൽ ട്രേഡിന്റെ 1% നിങ്ങളുടെ സംസ്ഥാനത്തിൽ നിന്ന് വരണം എന്ന് പറഞ്ഞാൽ തന്നെ 8%ത്തിലേക്ക് നമ്മളുടെ ഗ്ലോബൽ ട്രേഡ് മാറും. ഓക്കെ, 8%ത്തിലേക്ക് ഈ ഗ്ലോബൽ ട്രേഡ് മാറും. പക്ഷേ അതിന് പോലും ഉള്ള ഒരു സാഹചര്യം ആര് കൊടുത്തിട്ടില്ല? ഇന്ത്യൻ ഗവൺമെന്റുകൾ, പലപ്പോഴായിട്ട് ഭരിച്ചു വരുന്നിരുന്ന ഗവൺമെന്റുകൾ കൊടുക്കുന്നില്ല. ഹിസ്റ്റോറിക്കലായിട്ട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. കാരണം എന്താണ്? ഒന്ന്, ഇവിടെ ലാൻഡ് അവൈലബിലിറ്റി വളരെ കുറവാണ്. മേജർ ലാൻഡുകളും എന്താണ്? വനഭൂമികളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ റാപ്പിഡ് ഇൻസർജൻസീസ് നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോ
മണിപ്പൂർ ആയി കഴിഞ്ഞാലും നാഗാലാൻഡ് ആയി കഴിഞ്ഞാലും ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസും ട്രൈബൽ ഗ്രൂപ്പുകളും ഓട്ടോണമസ് ഗ്രൂപ്പുകളും എല്ലാം നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. സോ അവരെ എന്തുമായിട്ട് നമ്മളുടെ എക്സ്പോർട്ടുമായിട്ട് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷനുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പണിയുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള പണിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണല്ലോ നമ്മൾ ഗവൺമെന്റിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സോ അത് മേജർ ഫാക്ടറാണ്. ലാൻഡ് അവൈലബിലിറ്റി ഫാക്ടറാണ്. കണക്ടിവിറ്റി ഇഷ്യൂസ് ഒരു ഫാക്ടറാണ്. കണക്ടിവിറ്റി ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഇന്ത്യയെ മേജർലി കണക്ട് ചെയ്യുന്നത്, നോർത്ത് ഈസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഏതാണ്? സിലിഗുരി കോറിഡോർ ആണ്, അല്ലെ? അപ്പോൾ സിലിഗുരി കോറിഡോറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സോ മേജർ ഇൻഫ്രാസ്ട്രക്ചറൽ പോസിബിലിറ്റീസ് അവിടെ കുറവാണ്, അല്ലെങ്കിൽ മേജർ ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റീസ് അവിടെ കുറവാണ്. ഓക്കെ, സോ അതൊരു പ്രോബ്ലമാണ്. സോ ഇതെല്ലാം പെരിഫറൽ ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. സോ എന്നാൽ 0.13 എന്ന് പറയുന്ന ഒരു പെർസെന്റേജ്, ആ ഒരു പെർസെന്റേജ് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ. ഓക്കെ, ഇവിടെ ഇദ്ദേഹം എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. ആസാമിന്റെ കേസിലാണ് ഇവിടെ എക്സാമ്പിൾ പറയുന്നത്. കാരണം എന്താണ്? ആസാമിന്റെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിക്കുന്നത് എവിടെയാണ്? ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിക്കുന്നത്? ആസാമിലാണ്. പക്ഷേ ഇന്ത്യയിൽ തേയില വാല്യൂ ആഡ് ചെയ്യുന്ന ടീ പ്രൊഡക്ട്സ് വാല്യൂ ആഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് ആസാം അല്ല, മഹാരാഷ്ട്രയിലായിരിക്കാം, ഗുജറാത്തിലായിരിക്കാം, അങ്ങനെ മാനുഫാക്ചറിംഗ് ബേസിലുള്ള സ്ഥലങ്ങളിലായിരിക്കാം. സോ ആസാം വെറും ഒരു കൾട്ടിവേറ്റർ ആയിട്ട് മാത്രം ഒതുങ്ങി പോവുകയാണ്. ആസാമിന് തേയിലയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് കൂടിയിട്ട് അവർക്കത് വാല്യൂ ആഡ് ചെയ്തിട്ട് പുറത്തേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നില്ല. അത് അവരുടെ എക്സ്പോർട്ടിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. എന്താണ് അവർക്ക് എത്തിക്കാൻ പറ്റാത്തത്? അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇല്ല, അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളില്ല, സ്റ്റോറേജ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി ഇല്ല, ദെൻ കൃത്യമായിട്ട് എൻവിറോൺമെന്റൽ ക്ലിയറൻസ് കൊടുത്തിട്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ഉത്പാദിക്കുന്നതിനുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല. അതെല്ലാം പ്രോബ്ലമാണ്. ദെൻ രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസാമിലെ പ്രധാനപ്പെട്ട എന്താണ്? റിഫൈനറിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, ആസാമിലെ പ്രധാനപ്പെട്ട റിഫൈനറി എവിടെ നിന്നാണ് ഓയിൽ കളക്ട് ചെയ്യുന്നത്? റഷ്യയിൽ നിന്നാണ് അവർ ഓയിൽ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ എന്താ പ്രശ്നം? അതായത് ഇപ്പോ ഒരു 25% താരിഫ് അടിച്ചു തന്നു. ആര്? അമേരിക്ക അടിച്ചു തന്നു. റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും ആരെയാണ് ബാധിക്കുന്നത്? മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമുള്ള മേജർ ആയിട്ടുള്ള ആരെ? മാനുഫാക്ചർ എക്സ്പോർട്ടേഴ്സിനെയാണ് ബാധിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. 0.13% മാത്രമുള്ള 0.1% മാത്രമുള്ള നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളെയും ഈ താരിഫുകളും ഈ ജിയോ പൊളിറ്റിക്സുകളും ബാധിക്കും. അവർ മേജർലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിലും അവരുടെ എക്കോണമിയെ ഡിസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൂടിയിട്ട് എവിടെയുണ്ട്? ഈ പറയുന്ന താരിഫുകളിലും നമ്മളുടെ ജിയോ പൊളിറ്റിക്സിലും ഉണ്ട്. സോ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് നിങ്ങളിപ്പോ ഇന്ത്യയെ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആരെയാണ്? നമ്മളുടെ ഗുജറാത്തിനെയും മഹാരാഷ്ട്രയെയും തമിഴ്നാടെയും പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളെയാണ്. സോ അത് ഒരു ഡിപ്പെൻഡൻസ് തന്നെയാണ്. ഒരു കൺട്രി മറ്റൊരു കൺട്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അതും ഒരു തരത്തിൽ ഡിപ്പെൻഡൻസ് ആണ് എന്ന് ആര് പറയുന്നു? നമ്മളുടെ ഓദർ പറയുന്നുണ്ട്. ഓക്കെ, സോ ആസാമിന്റെ എക്സാമ്പിൾ പറഞ്ഞു, തേയിലയുടെ എക്സാമ്പിൾ പറഞ്ഞു, ദെൻ റിഫൈനറിയുടെ എക്സാമ്പിൾ പറഞ്ഞു, ദെൻ നമ്മളുടെ ബോർഡർ മിസോറം, നമ്മളുടെ മണിപ്പൂർ ബോർഡർ, മിസോറം മണിപ്പൂർ നമ്മളെ മ്യാൻമറുമായിട്ട് കണക്ട് ചെയ്യുന്ന ബോർഡറുകളുണ്ട്. ഈ ബോർഡറുകൾ ത്രൂ നമുക്ക് നോർത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കുള്ള ഒരു ഹ്യൂജ് ആക്സസ് ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? തായ്ലൻഡ് ഒരു ഹൈവേ നമ്മൾ പണിയുന്നത് ഇന്ത്യ മ്യാൻമർ റിലേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? തായ്ലൻഡുമായിട്ട് കണക്ഷൻ ചെയ്യുന്നത്, തായ്ലൻഡിന്റെ അവിടെയുള്ള നോർത്ത് ഈസ്റ്റിലെ കൺട്രീസിനെ നമ്മൾ മൈൻഡ് മാപ്പിൽ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയത്തിന്റെ ഒരു കുറവുള്ളത് കാരണം. സോ ആ ഒരു കോറിഡോർ നമ്മളുടെ നോർത്ത് ഈസ്റ്റിലേക്കുള്ള ഒരു പാതയായിരുന്നു. സോ മ്യാൻമറുമായിട്ടുള്ള കണക്ഷൻസ്, മ്യാൻമറുമായിട്ടുള്ള നമ്മളുടെ ട്രേഡ് നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? ബോർഡർ ഇഷ്യൂസ് ആണ് പ്രധാനമായിട്ടും. അതായത് മ്യാൻമറിൽ എന്തെങ്കിലും ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് റെഫ്യൂജീസ് ഇങ്ങോട്ടേക്ക് വരുന്നു. നമ്മളുടെ സ്റ്റെബിലിറ്റിയെ തകർക്കുന്ന രീതിയിൽ ഒരു റെഫ്യൂജി ഇൻഫ്ലക്സ് ഇന്ത്യയിലേക്ക് ഉണ്ടാവുകയാണ്. സോ ഇതെല്ലാം കാരണം നമ്മൾ എന്ത് ചെയ്തു? മ്യാൻമറിന്റെ ബോർഡർ പഴയ രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നില്ല. മ്യാൻമറിന്റെ ബോർഡർ വെറും ചെക്ക് പോസ്റ്റുകളായിട്ട് മാറുന്നു. മ്യാൻമർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹൈലി കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. എക്സാമ്പിൾ ഉണ്ട്, നോർത്ത് ഈസ്റ്റ് മ്യാൻമറിൽ ചൈന ഹ്യൂജ്ലി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു പൊട്ടൻഷ്യല് ഇന്ത്യ പിടിച്ചെടുക്കുന്നില്ല. അത് ഒരു പ്രോബ്ലമാണ്. ഓക്കെ, സോ ആ ഒരു പൊട്ടൻഷ്യല് ഇന്ത്യ പിടിച്ചെടുക്കുന്നില്ല, അതൊരു പ്രോബ്ലമാണ്. ദെൻ മ്യാൻമറുടെ ക്രൈസിസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഏഷ്യയിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. സോ നമ്മളുടെ
ഈസ്റ്റ് ഏഷ്യയിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള നമ്മളുടെ മേജർ പ്രോബ്ലം എന്താണ്? ഇൻഫ്രാസ്ട്രക്ചറൽ കാപ്പബിലിറ്റീസ് ഇല്ല. നമുക്ക് ഈ നോർത്ത് ഈസ്റ്റുകൾക്ക് സംസ്ഥാനങ്ങൾക്ക് മൊത്തമായിട്ട് എന്താണ് ഒരു പോർട്ട് ഉണ്ടാവും. പോർട്ടില്ല, കാരണം അവർ നമ്മുടെ കടലിലേക്ക് കണക്ട് ചെയ്യുന്ന കൺട്രീസ് അല്ല. അവർക്ക് പോർട്ടിലേക്ക് വരണമെങ്കിൽ എവിടെ പോകണം? പോർട്ടിലേക്ക് വരണമെങ്കിൽ നമ്മളുടെ ഹാൽഡിയ പോർട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ നമ്മളുടെ കൊൽക്കത്ത പോർട്ടിലേക്ക് പോകണം. ഓക്കെ, സോ കൊൽക്കത്ത പോർട്ടിലേക്ക് പോകുമ്പോൾ എന്താ പ്രശ്നം? ട്രാൻസ്പോർട്ടേഷൻ കൂടുതലാണ്. കൊൽക്കത്തയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് കപ്പൽ കയറ്റിയിട്ട് വേണം നോർത്ത് ഈസ്റ്റിലേക്ക് പോകാനായിട്ട്. അങ്ങനെ പോകണ്ട, നമുക്ക് മ്യാൻമറിലൂടെ ട്രക്ക് ഓടിച്ചുകൊണ്ട് പോകൂടെ? മ്യാൻമറിലേക്ക് ട്രക്ക് ഓടിക്കുന്നു, ദെൻ തായ്ലൻഡിലേക്ക് പോകുന്നു, അങ്ങനെ ദെൻ കംബോഡിയയിലേക്ക് പോകുന്നു. അങ്ങനെ നോർത്ത് ഈസ്റ്റിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് ട്രക്ക് ഓടിച്ചുകൊണ്ട് പോകൂടെ? അതിനൊരു ഹൈവേ പണിതൂടെ? അതിനുള്ള ഒരു ഹൈവേ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോ കാട് മൂടിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. പ്രപ്പോസലുകൾ മാത്രമേ ഉള്ളൂ. സോ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ പറയുന്ന കാര്യങ്ങളല്ല, ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ പറയുന്ന കാര്യങ്ങളല്ല. അത് കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ ഈ ഒരു ഏരിയ വികസിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ വാട്ട് വി ക്യാൻ ഡു? എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മളൊരു UPSC സിവിൽ സർവീസ് ആസ്പിറന്റ് ആയി, അല്ലെങ്കിൽ സിവിൽ സർവന്റ് ആയി നമ്മൾ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊരു ADM ആയിട്ട് നോർത്ത് ഈസ്റ്റ് മേഖലയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു എക്സ്പോർട്ട് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്? ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇൻവെസ്റ്റ്മെന്റുകൾ കൂട്ടും. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെന്റുകൾ കൂട്ടും. വെയർ ഹൗസുകൾ, ദെൻ വെയർ ഹൗസുകൾ എന്ന് പറയുമ്പോൾ ഈ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒക്കെ ഒരുപാട് ഇൻക്രീസ് ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെയുള്ള ലോജിസ്റ്റിക്കൽ ഫെസിലിറ്റീസ് എല്ലാം ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ദെൻ ബോർഡർ ട്രാൻസ്ഫോർമേഷൻസ്. മ്യാൻമറുമായിട്ടുള്ള പ്രധാന പ്രശ്നം എന്താണ്? ബോർഡർ ട്രാൻസ്ഫോർമേഷൻ. ദെൻ വാല്യൂ ആഡഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന കാര്യങ്ങളാണ്, വാല്യൂ ആഡഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മളപ്പോ ആദ്യം എന്ത് ചെയ്തു? ആദ്യം നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു. ദെൻ സൊല്യൂഷൻസ് പറയുമ്പോൾ പ്രോബ്ലമായിട്ട് കണക്ട് ചെയ്ത് ആദ്യം പറയുക. ദെൻ വേറെ എന്താണ്? റീജിയണൽ ഇന്റഗ്രേഷൻ. അവിടെ ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് റീജിയണൽ ഇന്റഗ്രേഷൻ. ഇൻക്ലൂസീവ് ഗ്ലോബലൈസേഷൻ. ഇവിടെ ഇൻക്ലൂസീവ് ഗ്ലോബലൈസേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡ്, ഇന്ത്യ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് സെക്ടറിലാണോ സർവീസ് സെക്ടറിലാണോ? സർവീസ് സെക്ടറിലാണ്. മാനുഫാക്ചറിംഗ് സെക്ടറിലല്ല, സർവീസ് സെക്ടറിലാണ്. കാരണം എന്താണ്? സർവീസ് സെക്ടറാണ് കൂടുതൽ. TCS, ദെൻ ഏതാണ്, വിപ്രോ, അങ്ങനെയുള്ള ഡിഫറെന്റ് സർവീസ് കമ്പനികളാണ്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോ ഈ സർവീസ് സെക്ടറുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ലാൻഡ് അവൈലബിലിറ്റി ആവശ്യമില്ലല്ലോ. ഒരു കമ്പ്യൂട്ടറും ഒരു ലാപ്ടോപ്പും മാത്രം പോരെ അവരുടെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്തൂടെ? പക്ഷേ അവർക്ക് എന്ത് വേണം? ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് വേണം. നിങ്ങൾ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് അവൈലബിലിറ്റിയുടെ കാര്യം പറയാം. നിങ്ങൾക്ക് ലാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് എക്സ്പോർട്ട് കൂടാത്തത് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ന്യായങ്ങൾ പറയാം ഗവൺമെന്റ്. പക്ഷേ നിങ്ങൾക്ക് സർവീസ് സെക്ടറുകളിൽ ഈ പറയുന്ന 8 സംസ്ഥാനങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഈ ലാൻഡ് അവൈലബിലിറ്റി വേണ്ട, എൻവിറോൺമെന്റിന്റെ എന്ത് വേണ്ട, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ട. അവർക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓഫീസിട്ട് വർക്ക് ചെയ്യാം, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്ങുകൾ അവിടെ നടത്താം. പക്ഷേ അതൊന്നും നടത്തുന്നില്ല. കാരണം എന്താണ്? ഇന്റർനെറ്റ് ഫെസിലിറ്റി ഇല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇല്ല, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, ബേസിക് അമ്യൂണിറ്റീസ്. സോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എന്ത് മാറും? സർവീസ് സെക്ടറിലുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ദെൻ ടൂറിസം, വേൾഡ് ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ പൊട്ടൻഷ്യൽസും ഈ 8 സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. ആസാം മുതൽ ഇങ്ങോട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂജ്ലി ലോകത്തിലെല്ലാവരും കണ്ടിരിക്കേണ്ട പല വ്യത്യസ്ത ക്ലൈമാറ്റിക് റീജിയനുകൾ ആ സ്ഥലങ്ങളിലുണ്ട്. സോ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എന്ത് വേണം? നമ്മളുടെ ഗവൺമെന്റിന്റെ നോംസും കാര്യങ്ങളും മാറ്റണം. ഓക്കെ, സോ നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നോർത്ത് ഈസ്റ്റിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ പ്രത്യേക പാസ് എടുക്കണം. അതായത് അവിടുത്തെ ട്രൈബൽ റീജിയൻ ആണ്, അല്ലെങ്കിൽ ആ ട്രൈബൽ മേഖലകളിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് അനുമതി വാങ്ങിയിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ കാർ കൊണ്ടാണ് പോകണമെങ്കിൽ പ്രത്യേകമായിട്ട് അവിടുത്തെ ബോർഡേഴ്സിൽ നമ്മൾ പേപ്പർ എഴുതി, ആ ഒരു പേപ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള റെഗുലേഷൻസുകളെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ടൂറിസ്റ്റ് അട്രാക്ഷൻസിനെ കുറയ്ക്കും. സോ അങ്ങനെയുള്ള റെഗുലേഷൻസുകളെല്ലാം കുറയ്ക്കണം. അതായത് ആവശ്യമില്ലാത്ത റെഗുലേഷനുകളെല്ലാം എടുത്തു കളഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ഉള്ള രീതിയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ, ദെൻ സർവീസ് സെക്ടറിന്റെ ഉള്ള ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അവിടെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു മേഖലയിലായിരിക്കണം നമ്മളുടെ മേജർ ഫോക്കസുകൾ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? സോ ഈ ഒരു ഡിസ്കഷൻ ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഒരു ഡിസ്കഷനിലേക്ക് പോകാം. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. നമ്മളുടെ ലേ ലഡാക്ക് റീജിയനുകളിൽ ചെറിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ സ്റ്റേറ്റ്ഹുഡ് ആവശ്യപ്പെടുന്നു, 6th ഷെഡ്യൂളിലേക്കുള്ള അവരുടെ റീ എൻട്രി ആവശ്യപ്പെടുന്നുണ്ട്. ദെൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു ഡിസ്കഷനാണ്
അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വാർത്തയായിരുന്നു ഈ ഒരു ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. സോ ഈ സോനം വാങ്ചക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഈ ലേ ലഡാക്ക് റീജിയൻ തന്നെ സിക്സ്ത് ഷെഡ്യൂളിലേക്ക് ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സമരം നടത്തുന്ന ഫാസ്റ്റ് നമ്മളുടെ സത്യാഗ്രഹം ഇരിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഈ വാങ്ചക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അദ്ദേഹം അവിടുത്തെ ഒരു പൊളിറ്റീഷ്യൻ ആണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ തന്നെയാണ്. സോ ഇദ്ദേഹത്തിന്റെ ഒരു ഓർഗനൈസേഷൻ എന്താണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, അതായത് ഫോറിൻ സ്ഥലങ്ങളിൽ നിന്ന്, അതായത് വിദേശത്ത് നിന്ന് പണം കോൺട്രിബ്യൂഷൻ ആയിട്ട് വാങ്ങുന്ന NGOs ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആംനസ്റ്റി ഇന്റർനാഷണൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ പല NGOസും എന്ത് ചെയ്യും, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ ആയിട്ട് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങും. നമ്മളുടെ ഫിറോസ് കുന്നുംപറമ്പൽ അദ്ദേഹം നമ്മളുടെ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, പുറത്തുനിന്ന് ആളുകൾ പണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ഇങ്ങനെ പുറത്തുനിന്ന് പണം കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. ഓക്കെ, സോ ഈ വാങ്ചക്കിന്റെ ഓർഗനൈസേഷൻ, സോനം വാങ്ചക്കിന്റെ ഓർഗനൈസേഷൻ FCRA റെഗുലേഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ FCRA ലൈസൻസ് ഉണ്ടായിരുന്നു. ആ ലൈസൻസ് ഇപ്പൊ ആരെടുത്തു കളഞ്ഞു? ഗവൺമെന്റ് എടുത്തു കളഞ്ഞു. നിങ്ങൾക്ക് അപ്പോ ആ ലൈസൻസ് ഇല്ലെങ്കിൽ എന്താണ്? ആ ലൈസൻസ് ഇല്ലെങ്കിൽ നമുക്ക് പുറത്തു നിന്ന് പണം വാങ്ങാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കണം. ഓക്കെ, 1967 മുതൽ നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ വേണ്ടിയിട്ട് പണം പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട്, അതായത് വിദേശത്ത് നിന്ന് പണം കൈപ്പറ്റാനായിട്ടുള്ള ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ കൈപ്പറ്റാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ആക്ട് ആണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. 1976 മുതലാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. പ്രധാനപ്പെട്ട ചില അമെന്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില അമെന്റ്മെന്റുകൾ വരുന്നത് 2010-ലും 2020-ലുമാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റുകൾ എന്താണ്? 2020-ലെ അമെന്റ്മെന്റ് ആണ്. 2020-ലെ അമെന്റ്മെന്റ് ചില റെസ്ട്രിക്ഷനുകൾ കൊണ്ടുവന്നു. ഇപ്പൊ നമുക്ക് ഫെമ ആക്ട് ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഉണ്ട്, ദെൻ FCRA റെഗുലേഷനുകൾ ഉണ്ട്. FCRA റെഗുലേഷനുകൾ മേജർലി ഫോക്കസ് ചെയ്തിരിക്കുന്ന ആർക്കാണ്? നമ്മളുടെ NGOസിനാണ്. ഫോർ എക്സാമ്പിൾ ആംനസ്റ്റി ഇന്റർനാഷണൽ, അല്ലെങ്കിൽ നമ്മളുടെ മാതാ അമൃതാനന്ദമയുടെ മഠം, ഇതെല്ലാം NGOs ആണ്. ദെൻ വേറെ എന്താണ്? നമ്മളുടെ മദർ തെരേസയുടെ മഠം. അങ്ങനെ നോൺ ഗവൺമെന്റൽ ആയിട്ട് പ്രവർത്തിക്കുന്ന, സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യാനായിട്ട് പ്രവർത്തിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ലഭിക്കാറുണ്ട്. പക്ഷേ ഇതിന്റെ പേരിൽ ചിലപ്പോൾ തട്ടിപ്പുകൾ നടക്കാം. ഓക്കെ, ചിലപ്പോൾ ഫോറിൻ വിദേശ ഫണ്ടുകൾ വന്നിട്ട് അത് മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം? നമ്മളുടെ FCRA ലൈസൻസിന്റെ ഉദ്ദേശം. ഓക്കെ, സോ FCRA റെഗുലേഷൻ 2020 മേജർ ചില അമെന്റ്മെന്റുകൾ കൊണ്ടുവരുന്നു. ഓക്കെ, മേജർ അമെന്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ FCRA ലൈസൻസ് പ്രകാരം ഒരാൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നടത്തി, ഫോറിനർ ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തി. ആ എമൗണ്ട് മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് നിങ്ങൾ ഡെബിറ്റ് ചെയ്യുകയോ മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് കൊടുക്കുകയോ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടോ സാധിക്കില്ല. എന്താണ് 2020-ലെ അമെന്റ്മെന്റ് പറഞ്ഞത്? മറ്റൊരു ഓർഗനൈസേഷൻ, അതായത് ഇപ്പോ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ആംനസ്റ്റി ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഒരു 20 കോടി രൂപ വന്നു, അത് മറ്റൊരു ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല, നിങ്ങൾ തന്നെ അത് ചെലവഴിച്ച് തീർക്കും. ദെൻ എന്താണ്? നിങ്ങൾ ഒരാളുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല മീൻസ് ഇവരെങ്ങനെ ഇത് ചെലവഴിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സാധാരണ ട്രൈബൽ ഏരിയയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ബുക്കുകൾ വാങ്ങിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്കല്ല, പകരം ബുക്കുകൾ വാങ്ങിക്കുന്ന ആളുടെ കോർപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കമ്പനിയാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഒരു കോർപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാവും, ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. ആ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആയിരിക്കും ട്രാൻസാക്ഷൻസ് നടക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ആണ്, ഇതിനെല്ലാം സെപ്പറേറ്റ് അക്കൗണ്ടുകളാണ്. ഇപ്പൊ ഇൻഡിവിജ്വൽ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന പോലെ കമ്പനിക്ക് വേറെ അക്കൗണ്ട് ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന് വേറെ അക്കൗണ്ട് ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും പബ്ലിക് കമ്പനിക്കും സെപ്പറേറ്റ് അക്കൗണ്ടുകൾ ഉണ്ട്. സോ അങ്ങനെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിന് പകരം നിങ്ങൾ കമ്പനീസിന്റെ അക്കൗണ്ടിലേക്കായിരിക്കും എമൗണ്ട് പേ ചെയ്യുന്നത്. എന്നാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന് സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ പ്രോബ്ലം. മാൻഡേറ്ററി ഡോക്യുമെന്റേഷൻസ് ഒന്നും കൂടി സ്ട്രിഞ്ചന്റ് ആയി, ആധാർ ഇനേബിൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കണം എന്നുള്ളൊരു നിബന്ധന വെച്ചു. ദെൻ സെൻട്രലൈസ്ഡ് ബാങ്കിങ്, അതായത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഫോറിൻ എമൗണ്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ
ആദ്യം അവര് ന്യൂഡൽഹിയിലെ ഒരു അക്കൗണ്ടിൽ, അതായത് ന്യൂഡൽഹിയിലെ SBI ബ്രാഞ്ചിലുള്ള ഒരു അക്കൗണ്ട് എന്താണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഗവൺമെന്റിനെ പെട്ടെന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, സോ ഗവൺമെന്റിന്റെ ന്യൂഡൽഹിയിലെ SBIയുടെ ബ്രാഞ്ചിലായിരിക്കണം ആദ്യം ഈ എമൗണ്ട് വരേണ്ടത്. ഓക്കെ, സോ SBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഇതാണ്, പബ്ലിക് കമ്പനിയാണ്. സോ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള SBI ബ്രാഞ്ച്, അതും ന്യൂഡൽഹിയിലുള്ള SBI ബ്രാഞ്ചിലായിരിക്കണം ആദ്യം എമൗണ്ട് വരുന്നത്. ദെൻ അവിടെ നിന്ന് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം വേറെ ഏത് സംസ്ഥാനത്തിലേക്കും, നിങ്ങളുടെ തന്നെ അക്കൗണ്ടുകളിലേക്ക്, വേറെ ഏത് ബാങ്കുകളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ അതെന്താണ്, മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലിലേക്കും പാടില്ല, നോൺ ഗവൺമെന്റിലേക്കും പാടില്ല. സോ ഇതാണ് മേജർ ആയിട്ട് ഉണ്ടായിരുന്ന പ്രൊവിഷൻസ്. ദെൻ എന്താണ് സ്ക്രൂട്ടണീസ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് സ്ട്രിഞ്ചന്റ് ആക്കി. ദെൻ എക്സ്പെൻസുകളുടെ കാര്യമുണ്ട്. അതായത് എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് 50% വരെ സ്പെൻഡ് ചെയ്യാമായിരുന്നു. വിച്ച് മീൻസ് നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് ഫീസ് കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലേക്ക് ഒരു AC വാങ്ങിച്ചു. ഇതെല്ലാം നിങ്ങൾക്ക് നമ്മളുടെ ഈ ഫോറിൻ കോൺട്രിബ്യൂഷനിൽ നിന്ന് എഴുതിയെടുക്കാമായിരുന്നു. പക്ഷേ അതിന് ഒരു ലിമിറ്റ് വെച്ചു. 20% കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസുകൾ ഫോറിൻ കോൺട്രിബ്യൂഷനിൽ നിന്ന്, അതായത് നിങ്ങൾക്ക് 1 കോടി രൂപ വന്നു കഴിഞ്ഞാൽ 20 ലക്ഷം മാത്രമേ മാക്സിമം നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളായിട്ട് ചെലവഴിക്കാനായിട്ട് പാടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ സാധാരണക്കാർക്ക് കൊടുത്തോ, ഇല്ലെങ്കിൽ കൊടുക്കണ്ട, നിങ്ങൾ അക്കൗണ്ടിൽ തന്നെ ഇട്ട് വെച്ചു, നിങ്ങൾ ചെലവഴിക്കണ്ട. ഓക്കെ, സോ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം വെച്ചേ? അതായത് വേണമെങ്കിൽ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന എമൗണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, കുഴൽപ്പണത്തിലൂടെ മണി ലോണ്ടറിങ് നടത്താൻ നമുക്ക് വേണമെങ്കിൽ, ഇല്ലേ? അതായത് ദുബായിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ എനിക്കൊരു 10 കോടി ഡോളർ എന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു. ഞാനിത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ എന്താണ് ഇവിടെ പെയിന്റ് അടിക്കാൻ, അല്ലെങ്കിൽ എന്റെ ആശ്രമം പെയിന്റ് അടിക്കാൻ, അല്ലെങ്കിൽ എന്റെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ ഓഫീസ് ഒന്ന് വിപുലീകരിക്കാനായിട്ട് എനിക്ക് അതിലൊരു 5 കോടി ഡോളർ ചെലവായി എന്ന് പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് എഴുതിയെടുക്കാമായിരുന്നു. പക്ഷേ ഇനി ഈ 2020 മുതൽ അത് പറ്റില്ല. എന്താണ് 2020 മുതൽ 20% മാത്രമേ നമ്മളുടെ ഫോറിൻ കോൺട്രിബ്യൂഷനിൽ നിന്ന് വരുന്ന എമൗണ്ടിന്റെ 20% മാത്രമേ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളായിട്ട് നമുക്ക് ചെലവഴിക്കാനായിട്ട് പാടുള്ളൂ. ദെൻ പണ്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ, ഇൻഡിവിജ്വൽസിന്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ 1 ലക്ഷമായിരുന്നു ലിമിറ്റ് ഉണ്ടായിരുന്നത്. 2022 അത് 10 ലക്ഷത്തിലേക്കുള്ള ഒരു ലിമിറ്റ്. ഓക്കെ, 10 ലക്ഷത്തിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തു. സോ ഇതൊക്കെയാണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ 2020 അമെന്റ്മെന്റിന്റെ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ബാലൻസ്, നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി ബാലൻസ് ചെയ്യുന്നതിന്, ലെജിറ്റിമേറ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു നിയമങ്ങൾ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. ഓക്കെ, സോ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അമെന്റ്മെന്റ് എന്താണ്? 2020. മേജർ അമെന്റ്മെന്റുകൾ എന്താണ്? ഒന്നുകൂടി സ്ട്രിഞ്ചന്റ് ആക്കി, എല്ലാ കാര്യങ്ങളിലും ഒന്നുകൂടി സ്ട്രിഞ്ചന്റ് ആക്കി. ഇതാണ് മേജർ ആയിട്ടുള്ള അമെന്റ്മെന്റ് 2020. 2024 ഇതുമായി ബന്ധപ്പെട്ടൊരു റൂൾസ് പുറത്തിറക്കിയിട്ടുണ്ട്. ചില റൂളുകൾ ഒന്നും കൂടി അമെന്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് റൂൾസുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, സോ FCRA എന്താണെന്ന് മനസ്സിലായല്ലോ ഡീറ്റെയിൽ ആയിട്ട്. 1976 നമ്മളുടെ എന്താണ് നാഷണൽ എമർജൻസി നിലനിൽക്കുന്ന കാലത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത നിയമമാണ്. ഓക്കെ, ദെൻ രാംലീല, അതായത് ഡൽഹിയിലെ രാംലീല മൈതാനവുമായി ബന്ധപ്പെട്ടൊരു ഫോട്ടോ വന്നിരിക്കുകയാണ്. രാംലീല മൈതാനത്തിൽ രാവണന്റെ പിക്ചറോ, രാവണന്റെ തലയാറ്റയാണെന്ന് ഉണ്ടാക്കി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ നവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? കൊൽക്കത്തയിലെ ദുർഗാപൂജ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദുർഗാപൂജ പഠിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞേ? ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ പെടുന്ന ഒരു കാര്യമാണ്. ദെൻ ഇന്നലെ നമ്മൾ ഗർബ ഡാൻസിനെ കുറിച്ചിട്ട് ഒരു പിക്ചർ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ഗർബ ഡാൻസ്. സോ ഇന്ന് രാംലീലയെ കുറിച്ചിട്ട് ഒരു ന്യൂസ് വന്നിരിക്കുകയാണ്. ഓക്കെ, സോ രാംലീലയെ കുറിച്ചല്ല പെർട്ടിക്കുലർ ന്യൂസ് വന്നത്, രാംലീല മൈതാൻ, ന്യൂഡൽഹിയിലെ രാംലീല മൈതാനിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ രാംലീല മൈതാൻ, ആ മൈതാനത്തിന് എങ്ങനെയാ പേര് വന്നത്? രാംലീല മൈതാനിന് അതായത് പണ്ട് മുതലേ രാംലീല എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം അവിടെ പെർഫോം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അതിനെ ഈ രാംലീല മൈതാൻ എന്ന് വിളിച്ചു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ രാംലീല? രാംലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവരാത്രി ഫെസ്റ്റിവലിൽ തന്നെ, നവരാത്രി സമയങ്ങളിൽ നമ്മൾ നടത്തുന്ന ഒരു ഡാൻസ് ആണ്. ഡാൻസ് അല്ല, അതൊരു എന്താണ് തിയേറ്റർ നാടകം പോലെയുള്ള ഒരു സെറ്റപ്പാണ് ഈ രാംലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ രാമന്റെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് പാട്ടും നൃത്തങ്ങളും ദെൻ കഥകളും പറയുന്നത്, സംസാരങ്ങളുള്ള, അതായത് കോൺവെർസേഷൻസും സംഭാഷണങ്ങളുള്ള ഒരു നാടക രൂപത്തിലുള്ള ഒരു കലാരൂപമാണ് രാംലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെർട്ടിക്കുലർലി രാംലീല ഉത്തർപ്രദേശ്, നമ്മളുടെ ഡൽഹി, ഹരിയാന അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് രാംലീല പ്രധാനമായിട്ടും കളിക്കുന്നത് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത്.
സോ ഇതും നമ്മളുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ പെടുന്ന, യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ പെടുന്ന മറ്റൊരു ആർട്ട് ഫോം ആണ്. സോ രാംലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ പെടുന്ന മറ്റൊരു ആർട്ട് ഫോം ആണ്. എവിടെയാണ്? പെർട്ടിക്കുലർലി നോർത്ത് ഈസ്റ്റ്, നമ്മുടെ നോർത്തേൺ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ആർട്ട് ഫോം ഏത് സമയത്ത്? നവരാത്രി ഫെസ്റ്റിവലിലുള്ള ആർട്ട് ഫോം ആണ് ഈ രാംലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മറക്കരുത്, 15ഓളം ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്. ഇതിൽ നമ്മൾ 3 പഠിച്ചു. ഏതാണ്? നമ്മുടെ നവരാത്രി, നമ്മളുടെ ദുർഗാപൂജയെ കുറിച്ച് പഠിച്ചു. ദുർഗാപൂജ മറ്റേ മണ്ണില് ദുർഗാദേവിയുടെ പിക്ചർ ഉണ്ടാകും. നവരാത്രി അവസാനിക്കുന്ന ദിവസം ഇത് ഗംഗയിലല്ല, നമ്മളുടെ വെള്ളത്തിൽ ഒഴുക്കി കളയും. അതായത് പുഴയിൽ ഒഴുക്കിയിട്ട് ആ ദേവി വെള്ളത്തിൽ ലയിച്ചു ചേരുന്നു. അടുത്ത വർഷം ഇതേ പുഴയുടെ തീരത്ത് നിന്ന് മണ്ണെടുക്കും. ആ ദേവി വീണ്ടും മണ്ണായിട്ട് അവിടെ വരികയും അതിൽ നിന്ന് അവർ കളിമൺ രൂപങ്ങൾ ഉണ്ടാക്കും. കണ്ണൊക്കെ കറക്റ്റ് മറ്റേ ഐലൈനറൊക്കെ എഴുതി അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യും? വരച്ചു വെക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് ഈ ദുർഗാപൂജയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഐഡൽ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇൻടാഞ്ചിബിൾ കൾച്ചർ ഹിറ്റിൽ ആഡ് ചെയ്തു. ദെൻ രാംലീലയെ നമ്മൾ പഠിച്ചു. രാംലീലയെ നമ്മൾ ആഡ് ചെയ്തു. ദെൻ ഗർബ ഡാൻസ്. ഗർബ ഡാൻസ് ഏത് സംസ്ഥാനത്തിന്റെ ഒഫീഷ്യൽ കലാരൂപമാണ്? ഗുജറാത്തിന്റെ ഒഫീഷ്യൽ കലാരൂപമാണ് ഈ ഗർബ ഡാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വുമൺസും പുരുഷന്മാരും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ നവരാത്രി സന്ധ്യകളിൽ ഒരുമിച്ച് ഡാൻസ് കളിക്കും. പാട്ടൊക്കെ വെച്ചിട്ട്, പല പാട്ടുകളൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് നൃത്ത ചുവടുകൾ വെക്കും. ഇതിനെയാണ് ഗർബ ഡാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗർബ ഡാൻസും എന്താണ്? ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ പെടുന്ന ഒരു നൃത്ത രൂപമാണ്. ഗുജറാത്തിന്റെ സംസ്ഥാന നൃത്തമാണ് ഈ ഗർബ ഡാൻസ് എന്ന് പറയുന്നത്. സോ ഈ ഗർബ ഡാൻസ് കൂടിയിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 3 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം, നമ്മളുടെ PIBയിലെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് ഞാൻ എടുത്ത പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ എടുത്ത വാർത്ത ഇന്ന് ന്യൂസിൽ വന്നിരിക്കുന്നു. രാജ്നാഥ് മൊറോക്കോ വിസിറ്റ് മാർക്സ് ന്യൂ ചാപ്റ്റർ ഇൻ ഇന്ത്യ ആഫ്രിക്ക ഡിഫൻസ് ടൈം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ടാറ്റയുടെ ഒരു ഡിഫൻസ് യൂട്ടിലിറ്റി സെന്റർ എവിടെ വരുന്നു? നമ്മളുടെ മൊറോക്കോയിൽ നമ്മൾ ആദ്യമായിട്ടൊരു ഡിഫൻസ് യൂട്ടിലിറ്റി സെന്റർ ഇന്ത്യ പുറത്ത് നിർമ്മിക്കുന്നത്. എന്താ പുറത്ത് നിർമ്മിച്ചു കഴിഞ്ഞാൽ? അതായത് മെയ്ക്ക് ഇൻ ഇന്ത്യ. പക്ഷേ നമ്മൾ എന്താണ് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ആണെന്നില്ല, പുറത്തുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ നമ്മളുടെ ആളുകൾ വിട്ടിട്ട് നമുക്ക് നിർമ്മിക്കാം. സോ അതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആദ്യമായിട്ട് ഇന്ത്യ ചെയ്യുന്ന ഒരു കാര്യമാണ്. ദെൻ സെക്കൻഡ് ഓപ്പൺ എഡിറ്റോറിയൽ എന്തായിരുന്നു? സെക്കൻഡ് ഓപ്പൺ എഡിറ്റോറിയൽ ഇന്ത്യ സൗദി പാകിസ്ഥാൻ ഡീൽ. സോ ഇതില് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്, അല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയലിലും പറയുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? ഇസ്ലാം മതം, സുന്നീസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ കൂടുതൽ കണക്ട് ചെയ്യുന്നത്, സൗദി അറേബ്യയും പാകിസ്ഥാനും. സോ ഇന്ത്യക്ക് ഈ ഇസ്ലാം രാഷ്ട്രങ്ങളിലുള്ള കണക്ടിവിറ്റി എത്രത്തോളം ഉണ്ട്? ഇന്ത്യയും സൗദി അറേബ്യയും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൗദി അറേബ്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ണറാണ്. ഇന്ത്യയുടെ 5th ലാർജസ്റ്റ് എക്സ്പോർട്ടർ ആണ്. ഇന്ത്യ ട്രേഡ് ചെയ്യുന്ന 5th ലാർജസ്റ്റ് പാർട്ണർ ആരാണ്? നമ്മളുടെ സൗദി അറേബ്യയാണ്. സോ ഈ ട്രേഡിനെ ഭംഗം വരുമോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു മേജർ കൺസേൺ ആയിട്ട് നിലനിൽക്കുന്നത്. ദെൻ ഈ മേഖലകളിൽ US ആയിരുന്നു പ്രധാനമായിട്ടുള്ള എതിരാളി അല്ലെങ്കിൽ സപ്പോർട്ടർ ആയിട്ട്, നമ്മളുടെ ഡിഫൻസ് സപ്പോർട്ടർ ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ അവരൊരു മൾട്ടി അലൈൻമെന്റിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതുകൊണ്ട് അവർ എങ്ങടേക്ക് പോയി? പാകിസ്ഥാനിലേക്ക് പോയി. സോ പാകിസ്ഥാനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഹിസ്റ്റോറിക്കൽ റീസൺസ് ഉണ്ട്, റിലീജിയസ് റീസൺസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പാകിസ്ഥാനായിട്ട് കണക്ട് ചെയ്തത്. സോ ഇന്ത്യയുടെ നയങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള കണക്ഷൻ ഒരു പെരിഫറലിലേ നിൽക്കുകയുള്ളൂ. കാരണം എന്താണ്? അവർക്ക് റിലീജിയസ് കണക്ഷനും ഹിസ്റ്റോറിക്കൽ കണക്ഷനും പാകിസ്ഥാനുമായിട്ടാണ്. സോ നമ്മളുമായിട്ട് റിലേഷനുകൾ ഉണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ ബന്ധം ചെലുത്താൻ ആർക്ക് സാധിക്കും? പാകിസ്ഥാന് സാധിക്കും. സോ ആ ഒരു ഡിസ്കഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയലിലും വന്നിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമ്മളുടെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്. ഓക്കെ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചോദ്യം എന്താണ്? നിങ്ങൾ ലക്ഷ്മികാന്തിൽ പഠിച്ചിട്ടുണ്ടാവണമല്ലോ. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? ഡെഫിനറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ലക്ഷ്മികാന്തില് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെ പാർട്ടിലാണ് ഈ ഒരു ഡിസ്കഷൻ വരുന്നത്, അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ NCST-യുടെ ആർട്ടിക്കിൾ എത്രയാണ്? NCST-യുടെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 338A. എന്താണ് 338A? 1993 വരെ എന്തായിരുന്നു? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിരുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും
ഒരേ ഒരേ ആർട്ടിക്കിൾ തന്നെയായിരുന്നു, ആർട്ടിക്കിൾ 338. ദെൻ പിന്നീട് നമ്മൾ 2003 കാലഘട്ടങ്ങളിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ബൈഫർക്കേറ്റ് ചെയ്തു. എന്ത് ചെയ്തു? ബൈഫർക്കേറ്റ് ചെയ്തിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് വേറെ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് വേറെ. ദെൻ അതിനെ ആർട്ടിക്കിൾ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 338. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. 338A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ദെൻ ഒരെണ്ണം കൂടി ഉണ്ട് ആർട്ടിക്കിൾ 338B. ബി എന്താണ്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. ബി ഫോർ ബാക്ക്വേർഡ് ക്ലാസ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, സോ നാഷണൽ 338B ബാക്ക്വേർഡ് ക്ലാസ്. അത് പിന്നീടാണ് വരുന്നത്. ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരുന്നു. ദെൻ അതിനുശേഷം പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആക്കിയിട്ട് ആർട്ടിക്കിൾ 338B ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് 338A ആണെന്ന് മനസ്സിലാക്കുക. ദെൻ ആരാണിപ്പോ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ചെയർമാൻ ആരായിട്ട് ഇരിക്കുന്നത്? ആരാണ്? ശ്രീ അന്തർ സിംഗ് ആര്യോ, അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര്. അന്തർ സിംഗ് ആണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്തർ സിംഗ് ആണ് ഇപ്പോഴത്തെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ചെയർമാൻ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷൻ കൂടിയിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. 89th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 2003. ഏതാണ്? 89th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 2003 എന്താണ്? ബൈഫോക്കേറ്റ് ചെയ്തു. ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനും ഒറ്റ കമ്മീഷൻ ആയിരുന്നു, ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക.